നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേരി ദുനിയാ കെ തമാം ബച്ചെ ചാപ്റ്ററിൽ വരുന്ന ആ കവിതയുടെ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേ ജമാ ഹോങ്കെ ഏക് ദിൻ കോൺ ജമാ ഹോങ്കെ? അവരെല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് കൂടും. കോൺ ജമാ ഹോങ്കെ, ആരാണ് ഒരുമിച്ച് കൂടുന്നത്? ഉത്തർ, ദുനിയാ കെ തമാം ബച്ചെ, ഈ ദുനിയാവിലെ ഈ ലോകത്തുള്ള കുട്ടികളാണ് ഒരുമിച്ച് കൂടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കവിത മേ വോ കാ പ്രयोग കിസ്കെ സംബന്ധ് മേ ഹുവാ ഹെ? കവിതയിൽ വോ എന്ന് പ്രയോഗിക്കുന്നത് അത് ആരെ സംബന്ധിച്ചാണ്? ഉത്തർ, ബച്ചോം കെ സംബന്ധ് മേ, അത് കുട്ടികളെയാണ് അത് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബച്ചെ ക്യോ ജമാ ഹോങ്കെ? കുട്ടികൾ എന്തിനാണ് ഒത്തൊരുമിക്കുന്നത്, ഒരുമിച്ച് കൂടുന്നത്? ഉത്തർ, ഖേൽനെ കേലിയെ, കുട്ടികൾ കളിക്കാൻ വേണ്ടി. അടുത്തത്, ബച്ചെ ദീവാരോം പർ ക്യാ കരേങ്കെ? കുട്ടികൾ ഈ മതിലുകളിൽ എന്താണ് ചെയ്യുന്നത്? ഉത്തരം എന്താണ്? പെൻസിൽ കി നോക്ക് റക്കിടേങ്കെ, പെൻസിലിൻ്റെ അഗ്രഭാഗം ഉപയോഗിച്ച് അവിടെയൊക്കെ വരയ്ക്കുന്നു അല്ലേ. ബച്ചെ ദീവാരോം പർ പെൻസിൽ കി നോക്ക് റക്കിടേങ്കെ, ഇസ്കാ മത്ലബ് ക്യാ ഹെ, അല്ലെങ്കിൽ ഇസ്കാ ക്യാ മത്ലബ് ഹെ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബച്ചെ ദീവാരോം പർ പെൻസിൽ കി നോക്ക് റക്കിടേങ്കെ, ഇസ്കാ ക്യാ മത്ലബ് ഹെ? പറഞ്ഞുവല്ലോ, എന്ത് കുട്ടികളാണ് മതിലിലൊക്കെ ഇങ്ങനെ ഓരോരോ പെൻസിൽ ഉപയോഗിച്ചിട്ടൊക്കെ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുക അല്ലേ അവർ. ഇതെന്താണ്, എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? ഉത്തർ, ബച്ചെ അപ്പിനെ വിചാർ ഓർ ഭാവനയും ഖുൽക്കർ പ്രകട് കരേങ്കെ? കുട്ടികൾ തങ്ങളുടെ തോട്ട്സും അവരുടെ ഇമാജിനേഷൻസ്, അവരുടെ എന്താണ് ഓരോരോ ചിന്തകളും ഭാവനകളും കൽപ്പനകളൊക്കെയാണ് അതിൽ വരയ്ക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബച്ചെ ടാങ്കോമേം ക്യാ പർ ദേങ്കെ? അവരെന്താണ് ബച്ചെ കുട്ടികൾ ആ ടാങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഉത്തർ, ബാലു, അവരെന്താ ചെയ്യുന്നത്? മണൽ നിറയ്ക്കുക അല്ലെ, രേത്ത്, മണൽ, സാൻഡ് അല്ലെ, മണൽ ഒക്കെ നിറയ്ക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബച്ചെ കിസ് പർ ഛേദ് കരേങ്കെ? കുട്ടികൾ എന്തിലാണ് സുഷിരം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹോള് ഇടുന്നത്? ഉത്തരം എന്താണ്? ദീവാർ പർ, മതിലുകളിൽ. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ബച്ചെ ബന്ദൂക്കോം കോ കഹാ ദബാ ദേങ്കെ? കുട്ടികൾ ഈ തോക്കുകളൊക്കെ എവിടെയാണ് കുഴിച്ചിടുന്നത്, അല്ലെങ്കിൽ അമർത്തി വെക്കുന്നത്? ഉത്തർ, മിട്ടിമേം, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, അപ്പോൾ മിട്ടിമേം, മണ്ണിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ, തോക്കുകൾ അമർത്തി വെക്കുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ബച്ചെ ദുനിയാ കോ കൈസെ ബനാന ചാഹത്തെ ഹേ? കുട്ടികൾ ഈ ലോകത്തെ എങ്ങനെയൊക്കെയാണ് അവരത് എന്താണ് എങ്ങനെയാണ് ഈ ലോകത്തെ അവർ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് ഈ ലോകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് അവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തരം എന്താണ്? സുന്ദർ അല്ലേ, നല്ല മനോഹരമാക്കാൻ, ബ്യൂട്ടിഫുൾ ആക്കാനാണ് ശ്രമിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പത്താമത്തെ ക്വസ്റ്റ്യൻ, ബച്ചെ കിസ്കോ ഖിലൗന ബനായെങ്കെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചെ കിസ്കോ ഖിലൗന ബനായെങ്കെ? കുട്ടികൾ ആരുടെ കളിപ്പാട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കളിപ്പാട്ടങ്ങളാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? എന്ത് കളിപ്പാട്ടങ്ങളാണ്, ഏത് തരത്തിലാണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഉത്തർ, ബഡോം കി ബനായി ഭേദ് ഭാവ് ഓർ ഗൃണ കി ചീസോം കോ? അതായത് ഈ വലിയവർ ഉണ്ടാക്കി വെച്ച, മുതിർന്നവർ ഉണ്ടാക്കി വെച്ച എന്താണ് ആ ഭേദഭാവങ്ങൾ, തരംതിരിവ് അല്ലേ, വേർതിരിവ്, ഗൃണ എന്ന് പറഞ്ഞാൽ വെറുപ്പ്, അതിൻ്റെയൊക്കെയാണ് ആ വസ്തുക്കൾ, ആ കാര്യങ്ങളുടെയൊക്കെ ഒരു കളിപ്പാട്ടമാണ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മേരി ദുനിയാ കെ തമാം ബച്ചെ എന്ന കവിത ഭാഗത്തിൽ നിന്നും വരുന്ന വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാവരും നോക്കി വയ്ക്കുക. പ്രത്യേകിച്ച് കവിയുടെ പേര്, കവിതയുടെ പേര് ഒക്കെ മനസ്സിലാക്കണം. ഇതിൻ്റെ മാത്രമല്ല, എല്ലാ പാഠഭാഗങ്ങളുടെയും കണ്ടൻറ്റ്, അതുപോലെ ഏത് വിധയാണ്, അതിൻ്റെ ലേഖക ആരാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ധന്യവാദം.